ഈ വീഡിയോ യഥാർത്ഥത്തിൽ എഴുതിയ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല. ഇത്തരം മഹാഭാരത കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാണ്ഡുവിനെ മറ്റൊരു വിവാഹം കൂടി കഴിപ്പിക്കണമെന്ന് ഭീഷ്മൻ ആലോചിച്ചു. അതിനാൽ വൃദ്ധമന്ത്രിമാരും ബ്രഹ്മർഷിമാരും കൂടെ ചേർന്ന് ചതുരംഗപ്പടയുമായി മദ്രരാവിന്റെ കൊട്ടാരം ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മദ്രരാജാവ് ഭീഷ്മന്റെ വരവറിഞ്ഞു അവരെ ആദരപൂർവ്വം സന്തോഷത്തോടെ സ്വീകരിച്ചു. ആഗമന ഉദ്ദേശ്യം ചോദിച്ചപ്പോൾ ഭീഷ്മൻ പറഞ്ഞു, ഹേ മദ്രേശ, ഞാൻ വന്നത് കന്യാർത്ഥിയായാണ്. അങ്ങയുടെ മഹാസദ്ഗുണശാലിയായ സഹോദരി മാദ്രിയെ പാണ്ഡുവിനായി വിവാഹം ആലോചിക്കാനാണ്. ഇതു കേട്ട് മദ്രരാജാവ് ചിന്താകുലനായി അതിനുശേഷം പറഞ്ഞു, ഇതുപോലെ ഒരു വരനെ ഒരിക്കലും കിട്ടുകയില്ല. ഈ വംശത്തിൽ പണ്ടേ തന്നെ കാരണവന്മാർ വെച്ച ആചാരമുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്നും ചിന്തിക്കാൻ വയ്യ. ഈ ആചാരം മാറ്റാനും വയ്യ. ഇന്നത് തരണമെന്ന് അങ്ങയോട് പറയാനും മനസ്സ് അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ വംശധർമ്മമാണ്, അതുകൊണ്ട് അങ്ങയോട് ഒന്നും തുറന്നു പറയുന്നുമില്ല. ഇതുകേട്ട് മദ്രരാജാവിനോട് ഭീഷ്മൻ പറഞ്ഞു, കുലത്തിന്റെ ആചാരമല്ലേ, അത് അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങളുടെ കുലത്തിന്റെ ആചാരം ഞാൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു. നാം അതിനെ മാനിക്കുന്നു. ഇതു പറഞ്ഞ് ഭീഷ്മൻ കട്ടി സ്വർണവും വിചിത്ര ശില്പവേലകൾ ചെയ്ത സ്വർണവും പല രത്നങ്ങളും വേണ്ടുവോളം എടുത്തു ശല്യർക്കു നൽകി. പിന്നെ ആന, കുതിര, രഥം എന്നീ സമ്പത്തുകളും വസ്ത്രാഭരണജാലങ്ങളും മണികളും പവിഴവും ഭീഷ്മൻ ക്ഷണത്തിൽ മദ്രരാജാവിന് നൽകി. ആ ധനമെല്ലാം ഏറ്റുവാങ്ങി തന്റെ സഹോദരിയെ വസ്ത്രാലങ്കാരവിഭൂഷിതയാക്കി ഭീഷ്മനു നൽകി. പിന്നെ ഭീഷ്മൻ മാദ്രിയെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഹസ്തിനാപുരിയിൽ എത്തി. ശുഭമായ മുഹൂർത്തത്തിൽ വിധിയാംവണ്ണം പാണ്ഡു മാദ്രിയെ വിവാഹം ചെയ്തു. അങ്ങനെ വിവാഹശേഷം ഒരു മാസം കഴിഞ്ഞ് ധൃതരാഷ്ട്രനോടും മറ്റും യാത്ര പറഞ്ഞ് പാണ്ഡു ദിഗ്വിജയത്തിനു പുറപ്പെട്ടു. ആദ്യമായി ദശാർണത്തിൽ ചെന്ന് ശത്രുവായ ദശാർണനെ കീഴടക്കി അവിടെ നിന്നും മഗധയിലെത്തി ജനങ്ങളെ ദ്രോഹിച്ചിരുന്ന ദീർഘൻ എന്ന മഗധരാജാവിനെ കൊന്ന് അവിടെ നിന്ന് ഭണ്ഡാരമെല്ലാം ശേഖരിച്ച് മിഥിലയിൽ എത്തി വിദേഹനെ ജയിച്ചു. പിന്നീട് കാശി, സുഹ്മം, പുണ്ട്രം എന്നീ നാടുകളിൽ ചെന്ന് അവരെ എല്ലാം പരാജയപ്പെടുത്തി. നല്ല പശുക്കൾ, നല്ല കുതിരകൾ, നല്ല ആനകൾ, ഒട്ടകം, കഴുത, ആട് എന്നിവയുടെ കൂട്ടങ്ങൾ, കരിമ്പടങ്ങൾ, പട്ടുകൾ, മാന്തോലുകൾ, വിരിപ്പുകൾ മുതലായവ കാഴ്ചദ്രവ്യങ്ങളായി അസംഖ്യം സ്വർണദ്രവ്യങ്ങൾ പാണ്ഡുവിന്റെ കാൽക്കൽ വന്നുകൂടി. രാജാവ് ആവശ്യമുള്ളിടത്തോളം സ്വീകരിച്ച് ഹസ്തിനാപുരത്തേക്ക് കൊണ്ടുപോയി. ശാന്തനു, ഭരതൻ എന്നിവരുടെ വളർന്നു നിൽക്കുന്ന കീർത്തി വീണ്ടും വർദ്ധിപ്പിച്ച് പാണ്ഡു പ്രശോഭിച്ചു. കുരുരാഷ്ട്രങ്ങളും കുരുവംശധനങ്ങളും കൈയടക്കി രാജാക്കന്മാരെ തനിക്കൊപ്പം തരുന്നവരായി പാണ്ഡു മാറ്റി. ദിഗ്വിജയം കഴിഞ്ഞു മടങ്ങിയെത്തുന്ന പാണ്ഡുവിനെ പൗരന്മാരും പ്രജകളും അദ്ദേഹത്തിന്റെ ആഗമനത്തിൽ ഭീഷ്മാദികളോടുകൂടി എതിരേറ്റു. ഹസ്തിനാപുരം വിട്ടു ജനങ്ങൾ വളരെ ദൂരം ചെന്ന് രാജാവ് ധനസമൂഹവുമായി എത്തുന്നതു കണ്ട് ആനന്ദത്തോടെ സ്വാഗതം ചെയ്തു. പല വാഹനങ്ങളിൽ കയറ്റി എത്തുന്ന രത്നങ്ങളും ആന, കുതിര, രഥാദികൾ, പശുക്കൾ, ഒട്ടകം, ആടുകൾ ഇവയ്ക്കൊന്നും ഒരു അന്തവും ഭീഷ്മൻ തുടങ്ങിയ കൗരവന്മാർ കണ്ടില്ല. പാണ്ഡു ഭീഷ്മനെ വണങ്ങി പ്രജകളെ മാനിച്ചു. തിരിച്ചെത്തിയ പുത്രനെ തഴുകി ഭീഷ്മൻ ആനന്ദക്കണ്ണീർ വാർത്തുകൊണ്ടുനിന്നു. ഉച്ചത്തിൽ പെരുമ്പറയിടിച്ചും ശംഖനാദം മുഴക്കിയും പൗരന്മാർ ഹർഷാരവമുണ്ടാക്കി രാജാവിനെ ഹസ്തിനാപുരത്തിൽ സ്വീകരിച്ചു. നേടിയ ധനം ധൃതരാഷ്ട്രന്റെ അഭിപ്രായത്തോട് യോജിച്ച് പാണ്ഡു ഭീഷ്മർക്കും സത്യവതിക്കും നൽകി. വേണ്ടുവോളം ധനം വിതുരനും നൽകി. സുഹൃത്തുക്കൾക്കും പാണ്ഡുധനം നൽകി തൃപ്തരാക്കി. പിന്നെ ഭീഷ്മൻ സത്യവതി, അംബാലിക എന്നിവരെയും താൻ നേടിയ വിശേഷപ്പെട്ട സമ്മാനങ്ങൾ കൊണ്ട് പാണ്ഡു സന്തുഷ്ടരാക്കി. ധൃതരാഷ്ട്രൻ കുന്തി, മാദ്രിക്കും സമ്മാനങ്ങൾ നൽകി. പിന്നീട് രാജകൊട്ടാരം വിട്ട് പാണ്ഡു കുന്തി മാദ്രിമാരുമൊത്തും മൃഗയാവിനോദത്തിനായി കാട്ടിലേക്ക് പോയി. ഹിമാലയ പർവ്വതത്തിന്റെ തെക്കുവശത്തൂടെ സഞ്ചരിച്ച് മലകളും വനങ്ങളിലും അവർ പാർത്തു. പാണ്ഡുവിനു വേണ്ടുന്ന ഇഷ്ടഭക്ഷണങ്ങൾ എല്ലാം ധൃതരാഷ്ട്രൻ കാട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇങ്ങനെ പാണ്ഡു സഞ്ചരിക്കുന്ന കാലത്ത് ഭീഷ്മൻ വിതുരന്റെ വിവാഹകാര്യം ചിന്തിക്കുകയായിരുന്നു. ദേവകൻ എന്ന രാജാവിന് ശൂദ്രസ്ത്രീയിൽ ജനിച്ച ഒരു കന്യകയുണ്ടെന്നു അറിഞ്ഞ് രൂപഗുണമുള്ളവളും ബുദ്ധിമതിയുമായ അവളെ ഭീഷ്മൻ ദേവകന്റെ അടുത്തുചെന്ന് അവളെ വിതുരനു വേണ്ടി ഹസ്തിനപുരിയിൽ കൊണ്ടുവന്ന് വിതുരനെ കൊണ്ടു വിവാഹം കഴിപ്പിച്ചു.